ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിവിടെ ശകലം അവിയൽ വെക്കാൻ പോവാം. കണ്ട ഉരുളി അടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കണ്ടിച്ച് ഇതിലോട്ടൊന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ, ആചാരമൊന്നുമല്ല. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. കിഴങ്ങുണ്ട്, മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, പിന്നെ തടിയങ്കയുണ്ട്, കായുണ്ട്, വഴുതനങ്ങയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത്രയൊന്ന് ഇട്ട് കൊടുത്തു. ഞാൻ സാധാ ഒരു അവിയൽ വെക്കാൻ ഒരുങ്ങിയത്. അപ്പം ഞാൻ വെക്കുന്ന രീതിയിലൊന്ന് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ സൂപ്പർ അവിയൽ വെക്കുന്നവരൊക്കെയാണ് ഉള്ളത്, എങ്കിലും ഞാൻ വെക്കുന്ന രീതിയിലൊന്ന് കാണിക്കുക. എന്നെ അത്യാവശ്യം മഞ്ഞളിട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുക്കാം, അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയാണല്ലോ നമ്മുടെ അവിയലിൻ്റെ കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ ഒരു സവാള എടുത്തു വെച്ചാൽ അരിഞ്ഞില്ല, ഞാൻ ഒന്ന് അരിഞ്ഞിട്ടോട്ടെ. സവാള ഇവിടെ അരിഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, മഴയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. ഞങ്ങൾക്കിവിടെ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇന്നലെ രണ്ട് മൂന്ന് ദിവസം പാർവതിയാണ് ഇവിടെ വീഡിയോ എടുത്തതും ഒക്കെ. ഇന്ന് പാർവതി വന്നില്ല, ഇതുവരെ വൈകിട്ട് വരുമായിരിക്കും. ചേട്ടനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്ര ഇട്ട് കൊടുത്ത് ഇപ്പം നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒഴിക്കണം. അരപ്പൊക്കെ ഇടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണമല്ലോ. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്, മുരിങ്ങയ്ക്കയുണ്ട്. അതെല്ലാം കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പം അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. വേകുമ്പോഴത്തേക്ക് ഞാൻ അവിയലിനുള്ള അടച്ചു. അവിയലിനുള്ളതാണ് തേങ്ങയും ചുവന്നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി ഇളകി തേങ്ങ കൊണ്ട് അരിഞ്ഞിട്ടതാണ്. അപ്പം അതത്രയും കൂടെ നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് വരാം വേകുമ്പോഴത്തേക്ക്. ശരി, അവിയലെടുത്ത് വെച്ചല്ലോ, നോക്കട്ടെ അത് വെന്തോന്നൊന്ന് നോക്കട്ടെ. കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. ജീരകവും വെളുത്തുള്ളി ശകലം മഞ്ഞളും കൂടെ ഞാൻ തേങ്ങയ്ക്ക് ഇട്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തതാണ്. ഒതുക്കിയല്ല, ഒരുമാതിരി ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ അത് ഇച്ചിരി കറിവേപ്പില ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ തക്കാളിക്കായിട്ടായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. തക്കാളിക്കാനിട്ടായിരുന്നു. ഒന്നാവി വരുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാവി വരാം. അവിയലൊന്ന് ഇളക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നു. നല്ല ഒത്തിരി അവിയൽ വെന്തങ്ങ് കുഴയരുത്. ഒത്തിരി ചക്ക ഉടയ്ക്കുന്നവിടെ വയ്ക്കരുത്. അപ്പം ഇതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയെല്ലാം ലാസ്റ്റ് ഇട്ടതാണ്. ഇനി പ്രത്യേകം ചെയ്യാനില്ല. ഇതോ ഒന്ന് ഇളക്കി ഒന്ന്
ഒതുക്കി ഒന്ന് എടുത്താൽ മതി. ഇത്തിരി അങ്ങ് ഉടയ്ക്കണ്ട, ഒതുക്കി ഒന്ന് എടുത്താൽ മതി. ചേന ഇച്ചിരി വേവാനുണ്ടായിരുന്നു. വേവത്തില്ല, വേവാനുണ്ടെന്നല്ല, ഇച്ചിരി വേവ് കൂടുതലുള്ള ചേനയാണ്. വെന്തില്ല, ഇന്നാൾ വെച്ചിട്ടും അത് വെന്തില്ലായിരുന്നു. മേടിക്കുന്ന ചേനയുണ്ട്, ഒരു ചേന കൊണ്ടുവന്നാൽ അത് വെന്തില്ല. ഉടച്ച് വെക്കാനൊന്നും കൊള്ളത്തില്ല, വേവത്തില്ല. ഇതാ നമ്മുടെ അവിയലെല്ലാം നല്ല ഉപ്പുമുണ്ട്, പുളിയുണ്ട്, പാകത്തിന് എല്ലാം. ഇതാ കണ്ടോ നമ്മുടെ അവിയൽ കണ്ടോ, അത് കണ്ടോ ഒത്തിരി കുഴഞ്ഞിട്ടില്ല. കണ്ടോ അങ്ങനെ ഒത്തിരി അങ്ങ് കുഴയരുത് അവിയൽ. ഇതിപ്പം നമ്മളിങ്ങനെ ഒന്ന് ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു മയത്തിലിങ്ങനെ വന്നോളും. അപ്പം അവിയൽ വെച്ചത് കണ്ടല്ലോ. ഇനി നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണാം.